പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തെക്കുറിച്ച് അല്ലെ? ആദ്യ സമ്മേളനത്തെക്കുറിച്ചും രണ്ടാമത്തെ സമ്മേളനത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. മൂന്നാമത്തെ സമ്മേളനത്തിലേക്ക് പോകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂന്നാമത്തെ സമ്മേളനം നടക്കുക ഓരോ വർഷവും ഓരോ സമ്മേളനം എന്ന രീതിയിൽ നമ്മൾ നോക്കിയാൽ 1887 മദ്രാസിൽ വെച്ച് സമ്മേളനം നടന്നു. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജി. ആരാണ്? 1887 മദ്രാസ് സമ്മേളനം അധ്യക്ഷൻ ബദറുദ്ദീൻ തിയാബ്ജി. ഒന്നാമത്തെ സമ്മേളനം എവിടെയായിരുന്നു? 1885 ബോംബെ, അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി. രണ്ടാമത്തെ സമ്മേളനം എവിടെയായിരുന്നു? 1886 കൽക്കട്ട സമ്മേളനം അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? യെസ്, ദാദാഭായ് നൗറോജി. ഇവിടെ 1887 മദ്രാസ് സമ്മേളനം ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രസിഡന്റായ ആദ്യത്തെ ഇസ്ലാം മതവിശ്വാസിയാണ് ആര്? ബദറുദ്ദീൻ തിയാബ്ജി. ഒരിക്കലും നമ്മൾ മുസ്ലിം മതവിശ്വാസി എന്ന് പറയാറില്ല. മുസ്ലിം എന്ന് പറയുന്നത് സമുദായമാണ്. ഓക്കെ, ഇസ്ലാമാണ് മതം. അപ്പൊ ഒന്നെങ്കിൽ പറയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രസിഡന്റായ ആദ്യത്തെ ഇസ്ലാം മതവിശ്വാസിയാണ് ബദറുദ്ദീൻ തിയാബ്ജി. അല്ലെങ്കിൽ എന്ന് പറയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രസിഡന്റായ ആദ്യത്തെ മുസ്ലിം സമുദായ അംഗമാണ് ആര്? ബദറുദ്ദീൻ തിയാബ്ജി. ഈ രണ്ടു തരത്തിലും പറയാം, കുഴപ്പമില്ല. ഓക്കെ, ഒന്നുകിൽ മുസ്ലിം മതവിശ്വാസി, ഇസ്ലാം മതവിശ്വാസി, അല്ലെങ്കിൽ മുസ്ലിം സമുദായ അംഗം. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നു? ബോംബെ ഹൈക്കോടതിയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ബാരിസ്റ്റർ ആയിരുന്നു ബദറുദ്ദീൻ തിയാബ്ജി. ബോംബെ ഹൈക്കോടതിയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ബാരിസ്റ്റർ ആണ് ആര്? ബദറുദ്ദീൻ തിയാബ്ജി. ബാരിസ്റ്റർ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഗവൺമെന്റ് അംഗീകാരമുള്ള വക്കീൽ, അഡ്വക്കേറ്റ് എന്നർത്ഥം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോട്ടറി എന്ന് പറയും പോലെ സർട്ടിഫിക്കേഷൻ അധികാരം ലഭ്യമായിട്ടുള്ള വക്കീലന്മാരെയാണ് നമ്മൾ നോട്ടറി എന്ന് വിളിക്കുക. അതുപോലെയാണ് ബാരിസ്റ്റർ അല്ലെ? സർക്കാരിന്റെ അംഗീകാരമുള്ള അഡ്വക്കേറ്റ്സിനെയാണ് ബാരിസ്റ്റർ എന്ന് വിളിക്കുക. ക്ലിയർ? അടുത്ത് നമ്മൾ പറയുന്നു, ഈ മൂന്നാമത്തെ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തു? 607 പ്രതിനിധികൾ പങ്കെടുത്തു. 607. ആദ്യ സമ്മേളനത്തിൽ എത്രയാ? ഒന്നാമത്തെ സമ്മേളനത്തിൽ എത്രയാ? 1885 എത്ര പേരാ? 72 പേര്. 1886 എത്ര പേരാ? 434 പേര്. ആണോ? ഇവിടെ മൂന്നാമത്തെ സമ്മേളനത്തില് 1887 എത്ര പേരാ? 607 പേര്. അപ്പൊ ഓരോ വർഷം കഴിയുന്നതോറും പ്രതിനിധികളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് വരികയാണ് അല്ലെ? പക്ഷേ അധികം മെമ്പർഷിപ്പ് ഒന്നും ഉണ്ടായില്ല എന്നത് യാഥാർത്ഥ്യവുമായിരുന്നു. ഓക്കെ, അപ്പോ 1887 മദ്രാസ് സമ്മേളനം അധ്യക്ഷൻ ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ ഇസ്ലാം മതവിശ്വാസിയാണ്, അല്ലെങ്കിൽ മുസ്ലിം സമുദായമാണ് ബദറുദ്ദീൻ തിയാബ്ജി. ബോംബെ ഹൈക്കോടതിയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ബാരിസ്റ്റർ. ആകെ 607 പ്രതിനിധികൾ പങ്കെടുത്തു. സെറ്റാണേ. ഇനി അടുത്ത് പറയുന്നു, 1888 അലഹാബാദ് സമ്മേളനം. 1888 അലഹാബാദ് സമ്മേളനത്തിൽ പ്രസിഡന്റ് ആയത് ജോർജ് യൂൾ ആയിരുന്നു. അവിടെ പേര് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ജോർജ് യൂളിന്റെ പ്രത്യേകത? അദ്ദേഹം പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അദ്ദേഹം ഫോറിനർ ആണ് അല്ലെ? വിദേശിയാണ്. INC പ്രസിഡന്റ് ആയ ആദ്യത്തെ വിദേശിയാണ് ആര്? ജോർജ് യൂൾ എന്ന് പറയുക. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസില് ആദ്യമായി ഒരു വിദേശിയായ പ്രസിഡന്റ് നിയമിക്കപ്പെടുന്നത് എപ്പോഴാണ്? 1888 അലഹാബാദ് സമ്മേളനം. ജോർജ് യൂൾ അധ്യക്ഷനായപ്പോ എന്ത് ചെയ്യുന്നു? ജോർജ് യൂളിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ഭരണഘടന വേണം എന്ന് ചർച്ച ആരംഭിക്കുകയാണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടനയെ കുറിച്ച് ആദ്യമായി ചർച്ച ചെയ്ത സമ്മേളനം, ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ, രൂപീകരിച്ചിട്ടില്ല, പാസ്സാക്കിയിട്ടില്ല. രൂപീകരിച്ചത് 1899 പാസ്സാക്കിയത് 1908 അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ചർച്ച ചെയ്തു എന്നത് കൃത്യമായി തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ 1888 അലഹാബാദ് സമ്മേളനം ആരാ അധ്യക്ഷൻ? ജോർജ് യൂൾ ആണ്. INC പ്രസിഡന്റായ ആദ്യ വിദേശിയാണ് ജോർജ് യൂൾ. INCയുടെ ഭരണഘടനയെ കുറിച്ച് ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം 1888 അലഹാബാദ് സമ്മേളനം തന്നെ. ആകെ ഈ നാലാമത്തെ സമ്മേളനത്തിൽ 1248 പ്രതിനിധികൾ പങ്കെടുത്തു. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം, എല്ലാ സമ്മേളനവും പ്രതിനിധികൾ പഠിക്കണോ? വേണ്ട, ഈ ആദ്യത്തെ 4 സമ്മേളനവും PSC ചോദിക്കാറുള്ളൂ കേട്ടോ.
അതിന്റെ അപ്പുറത്ത് വേണ്ട കേട്ടോ. ഒന്നാമത്തെ സമ്മേളനം 72, രണ്ടാമത്തത് 434, മൂന്നാമത്തെ 1887 എത്രയാ 607, നാലാമത്തെ സമ്മേളനത്തിൽ 1248 അല്ലേ? ഒന്നിന്റെ ഇരട്ടി 2, രണ്ടിന്റെ ഇരട്ടി 4, നാലിന്റെ ഇരട്ടി 8. നമ്പർ ഫാൻസി നമ്പർ അല്ലേ? 1, 2, 4. ശരിയാ? ഓക്കെ, മറക്കില്ലല്ലോ. ഗുഡ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? അപ്പൊ 1888 അലഹാബാദ് സമ്മേളന അധ്യക്ഷൻ ജോർജ് യൂളാണ് INC പ്രസിഡന്റ് ആദ്യ വിദേശി. INCയുടെ ഭരണഘടനയെ കുറിച്ച് ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം. ആകെ 1248 പ്രതിനിധികൾ പങ്കെടുത്തു. അടുത്ത സമ്മേളനത്തിലേക്ക് പോകുന്നു. 1889 ബോംബെ സമ്മേളനം. അധ്യക്ഷൻ എന്ന് പറയുന്നത് വില്യം വെഡർബൺ. 1889 ബോംബെ സമ്മേളനം. ആരാ പ്രസിഡന്റ്? വില്യം വെഡർബൺ. എന്താ പ്രത്യേകത? INC പ്രസിഡന്റ് ആയ രണ്ടാമത്തെ വിദേശി. അപ്പോ INCയില് രണ്ടാമത്തെ വിദേശി പ്രസിഡന്റ് ആണ് ആര്? വില്യം വെഡർബൺ. അദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നടാ? ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അലൻ ഒക്ടേവിയും ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അലൻ ഒക്ടേവിയും സ്ഥാപകനായ യോഗ്യയും സെക്രട്ടറി ആയിട്ടേ ഉള്ളൂ അല്ലെ? അല്ലെ? ഈ ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായിരുന്നു ചോദ്യം? INC പ്രസിഡന്റ് ആയ ആദ്യത്തെ ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ആര്? അതായിരുന്നു ചോദ്യം. INC പ്രസിഡന്റ് ആയ ആദ്യത്തെ ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ആര്? ആരാണ്? വില്യം വെഡർബൺ ആണ്. മറക്കരുത്, വളരെ വളരെ പ്രാധാന്യമുണ്ട് വില്യം വെഡർബൺ. സെറ്റാണേ. ഇനി രണ്ട് തവണ പ്രസിഡന്റായ ആദ്യ വിദേശിയും ആര് തന്നെ? വില്യം വെഡർബൺ തന്നെ. ആദ്യ വർഷം 1889, പിന്നെ 1910. 1889 കൂടാതെ 1910. ഈ സമ്മേളനത്തിലാണ് മലയാളിയായ GP പിള്ള പങ്കെടുക്കുക. അപ്പൊ നമ്മൾ പറയും GP പിള്ള പങ്കെടുത്ത ആദ്യ INC സമ്മേളനമാണ് 1889 ബോംബെ സമ്മേളനം. 1889 ബോംബെ സമ്മേളനം. GP പിള്ള പങ്കെടുത്ത മലയാളിയായ GP പിള്ള പങ്കെടുത്ത ആദ്യ സമ്മേളനമാണ് 1889 ബോംബെ സമ്മേളനം. പലപ്പോഴും നമ്മൾ മലയാളത്തിൽ ഈ സെന്റൻസ് എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റിച്ച് എഴുതാറുണ്ട്. യഥാർത്ഥ സെന്റൻസ് എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ GP പിള്ള പങ്കെടുത്ത ആദ്യ സമ്മേളനം 1889 ബോംബെ ആയിരുന്നു. എന്നാൽ ഈ സെന്റൻസിൽ ഇവിടെ കിടക്കുന്ന ആദ്യ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, ഈ ആദ്യ എന്ന വാക്കിനെ സെന്റൻസിന്റെ തുടക്കത്തിൽ ചേർത്താൽ എന്ത് സംഭവിക്കും? INCയുടെ ആദ്യ സമ്മേളനത്തിൽ GP പിള്ള പങ്കെടുത്തു എന്ന് പറയേണ്ടി വരും. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് GP പിള്ള. സെന്റൻസ് ഇതാണ്: INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് GP പിള്ള. അല്ലാതെ INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയല്ല. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയല്ല. INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് ആര്? GP പിള്ള. കാരണം 1885 ഇദ്ദേഹം പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സർവകലാശാലയിൽ സമരം ചെയ്യുകയും അദ്ദേഹം ജയിലിലായിരിക്കുകയും ചെയ്യായിരുന്നു. അതാണ് ചരിത്രം പറയാം. അതുകൊണ്ട് തന്നെ 85 സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒരു സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ 1889 ബോംബെ സമ്മേളനത്തിലാണ് ആര് പങ്കെടുക്കുക? GP പിള്ള. അപ്പൊ INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് GP പിള്ള. അല്ലാതെ INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി അല്ല എന്ന കാര്യം ദയവായി ഓർമ്മിക്കാം. സെറ്റാണേ. ഓക്കെ, അടുത്ത് പറയട്ടെ. യെസ്. ഇനി ഇതുമായി ബന്ധിപ്പിച്ച് ഒരു 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ 1889 INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി ആരാണ്? വില്യം വെഡർബൺ. അദ്ദേഹം വീണ്ടും 1910 പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു? 2 തവണ പ്രസിഡന്റായ ആദ്യ വിദേശി എന്ന് വിളിച്ചു. INC പ്രസിഡന്റ് ആദ്യത്തെ ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ആര് തന്നെ? വില്യം വെഡർബൺ തന്നെ. ഓക്കെ, ഇനി INCയുടെ ആദ്യ പ്രസിഡന്റ് ആരാ? ജോർജ് യൂൾ അല്ലേ? ഈ സമയത്ത് സെക്രട്ടറി ആരാണ്? 1885 സെക്രട്ടറിയായ അലൻ ഒക്ടേവിയൻ ഹ്യൂം തന്നെയാണ് ഈ വർഷങ്ങളിലൊക്കെ INCയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുക അല്ലെ? 1888 സെക്രട്ടറിയും പ്രസിഡന്റും ആരായിട്ട് മാറി? സെക്രട്ടറിയും പ്രസിഡന്റും ബ്രിട്ടീഷുകാരായിട്ട് മാറി, അല്ലെങ്കിൽ ബ്രിട്ടീഷ് അനുഭാവികളായിട്ട് മാറി. സെക്രട്ടറിയും പ്രസിഡന്റും ആരായിട്ട് മാറി? ബ്രിട്ടീഷുകാരായിട്ട് മാറി. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സംഘടനയുടെ കടിഞ്ഞാൺ പൂർണ്ണമായിട്ട് ബ്രിട്ടീഷുകാർ കൈക്കലാക്കുന്നു
എന്ന് വിമർശിച്ചുകൊണ്ട് എന്ന് വിമർശിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് എതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എതിരായി നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ത് ചെയ്തു? യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ ആരംഭിച്ചു. ഏത് വർഷം? 1888. ഓക്കെ, നമ്മൾ സാമൂഹിക പരിഷ്കരണം പഠിച്ചപ്പോൾ സർ സയ്യിദ് അഹമ്മദ് ഖാനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. സെറ്റാണേ. അപ്പോൾ 1888 അലഹാബാദ് സമ്മേളനം ജോർജ് വുഡായിരുന്നു പ്രസിഡന്റ്. INCയുടെ ആദ്യത്തെ വിദേശ പ്രസിഡന്റ് ആണ്. INCയുടെ ഭരണഘടനയെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനമാണ്. 1248 പ്രതിനിധികൾ പങ്കെടുത്തു. ഇവിടെ പൂർണ്ണമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കടിഞ്ഞാണ് ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായി സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആരംഭിച്ച സംഘടനയായിരുന്നു യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. ഇന്ത്യയിലെ ദേശസ്നേഹം ഉള്ളവരുടെ കൂട്ടായ്മ എന്ന അർത്ഥത്തിൽ. ഓക്കെ, യെസ്, അതുകൂടെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓർമ്മ വന്നല്ലേ? ഇനി അടുത്ത സമ്മേളനത്തിലേക്ക് പോവാം. 1890 കൽക്കട്ട സമ്മേളനം. അവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഫിറോസ് ഷാ മേത്ത. ഫിറോസ് ഷാ മേത്ത എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അദ്ദേഹം ഇസ്ലാം മത വിശ്വാസിയാണെന്ന്. എന്നാൽ അങ്ങനെയല്ല, അദ്ദേഹം പാഴ്സി മത വിശ്വാസിയാണ് കേട്ടോ. പാഴ്സി മത വിശ്വാസിയായ രണ്ടാമത്തെ INC പ്രസിഡന്റ് ആണ് ആര്? ഫിറോസ് ഷാ മേത്ത. നമുക്ക് പ്രാധാന്യമില്ല എങ്കിലും ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. പേര് കേട്ടിട്ട് ഇനി ഇസ്ലാം എന്ന് ചിലപ്പോൾ കരുതിയാലോ എന്നതുകൊണ്ട് പറഞ്ഞു കേട്ടോ. ഇനി INC സമ്മേളനത്തിൽ ആദ്യമായി വനിതാ പ്രതിനിധികൾ പങ്കെടുത്തത് ഈ 1890 കൽക്കട്ട സമ്മേളനത്തിലാണ്. ഓക്കെ, അപ്പോൾ 1890 കൽക്കട്ട സമ്മേളനം അധ്യക്ഷനായത് ഫിറോസ് ഷാ മേത്തയാണ്. ഫിറോസ് ഷാ മേത്ത ആരാണ്? അദ്ദേഹം ഒരു വക്കീലായിരുന്നു അല്ലെ? പിന്നെ എന്തെങ്കിലും അറിയാമോ ഫിറോസ് ഷാ മേത്തയെ കുറിച്ച്? ആ, നമുക്കറിയാം. ആ, നമ്മുടെ ബോംബെ ഹൈക്കോടതിയിലെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്നത് ഫിറോസ് ഷാ മേത്തയാണ്. എന്ന പേരിൽ അറിയപ്പെടുന്നത് ബോംബെ ഹൈക്കോടതിയിലെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്നത് ആരാണടാ? നമ്മുടെ ഫിറോസ് ഷാ മേത്ത തന്നെ. ഓക്കെ, 1915 ജനുവരി മാസം 9-ാം തീയതി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോൾ സ്വീകരണ സമ്മേളനം നടത്തിയതും ആര് തന്നെ? ഫിറോസ് ഷാ മേത്തയുടെ നേതൃത്വത്തിലാണ്. ഓക്കെ, 1915 ജനുവരി മാസം 9-ാം തീയതി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോൾ ഗാന്ധിജി സ്വീകരിക്കുവാനുള്ള സ്വീകരണ സമ്മേളനത്തിന് നേതൃത്വം നൽകിയതും ആര് തന്നെ? ഫിറോസ് ഷാ മേത്ത തന്നെ കേട്ടോ. ഈ ഫിറോസ് ഷാ മേത്ത അധ്യക്ഷനായ സമ്മേളനത്തിലാണ് ആദ്യമായി വനിതാ പ്രതിനിധികൾ പങ്കെടുക്കുക. അതുവരെ പുരുഷന്മാർ മാത്രം പങ്കെടുത്തേ. 1890 ആദ്യമായി വനിതാ പ്രതിനിധികൾ പങ്കെടുത്തു. എത്ര പേര്? 6 പ്രതിനിധികൾ പങ്കെടുത്തു. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു സംഘടനയുടെ സമ്മേളനം നടക്കുകയാണെങ്കിൽ ആദ്യ പ്രൊസീജിയർ എന്താണ്? അവിടെ എത്തിച്ചേരുന്ന ഡെലിഗേറ്റ്സ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കും. രജിസ്ട്രേഷൻ പേരൊക്കെ എഴുതി ഒപ്പിടും. ശരിയല്ലേ? 6 പേര് വന്നു. 6 പേരിൽ ആദ്യം എഴുതി ഒപ്പിടുന്ന ആളായിരിക്കും എന്ത്? ആദ്യത്തെ വനിതാ പ്രതിനിധിയായിട്ട് കണക്കാക്കാം. ഓക്കെ, മനസ്സിലായടാ? 6 പേര് വന്നു. അതിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആള് എന്തായിട്ട് കണക്കാക്കും? ആദ്യ വനിതാ പ്രതിനിധി. അത്രയേ ഉള്ളൂ. അപ്പോ INC സമ്മേളനത്തിൽ പങ്കെടുത്ത 6 വനിതകൾ ഉണ്ടായിരുന്നു 1890. അതിൽ ആദ്യ വനിതാ പ്രതിനിധിയായി കണക്കാക്കുന്നത് ആരെ? പണ്ഡിത രമാബായിയെ. പണ്ഡിത രമാബായി എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ പാണ്ഡിത്യം നേടിയ വ്യക്തിത്വമാണ്. കൽക്കട്ട സർവകലാശാലയാണ് പണ്ഡിത എന്ന ബഹുമതി നൽകുക. ഭർത്താവ് മരിച്ചുപോയി. സ്വന്തം പിതാവ്, അച്ഛൻ മോട്ടിവേറ്റ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് സ്ത്രീ സംരക്ഷകയായിട്ട് അവർ മാറുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വനിതാ പ്രതിനിധി എന്ന് പറയുന്നത് പണ്ഡിത രമാബായി ആണ്. അതുകൂടാതെ മറ്റ് 5 പേരും പങ്കെടുത്തിട്ടുണ്ട്. 6 പേര് സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്തുകൊണ്ട് ആദ്യത്തെ വനിതാ പ്രതിനിധി എന്ന് പണ്ഡിത രമാബായി വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ രജിസ്റ്റർ ചെയ്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത അഥവാ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ അനുമതി ലഭിച്ച ആദ്യ വനിതാ പ്രതിനിധി എന്ന് പറയുന്നത് കാദംബനി ഗാംഗുലിയാണ്. ആരാ ഈ കാദംബനി ഗാംഗുലി? വനിതകൾക്ക് മോട്ടിവേഷൻ ആകട്ടെ എന്നതായിരുന്നു കാഴ്ചപ്പാട്. ബംഗാൾ പ്രവിശ്യയിലെ കൽക്കട്ടയിലെ സമ്മേളനം നടക്കാം. അതുകൊണ്ട് തന്നെ ബംഗാൾ പ്രവിശ്യയില് ആദ്യമായിട്ട് ബിരുദം നേടിയ വനിതയായിരുന്നു ആര്? കാദംബനി ഗാംഗുലി. പണ്ഡിത രമാബായിയേക്കാൾ വിദ്യാഭ്യാസമുള്ള ആളാണ്. പക്ഷെ അവര് കർണാടകക്കാരിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് എവിടെയാണോ സമ്മേളനം നടക്കുന്നത് അവിടുത്തെ പ്രമുഖ വ്യക്തികൾ സമ്മേളനത്തിൽ പങ്കെടുക്കാം, ചിലപ്പോൾ പ്രസംഗിക്കാൻ ഇതൊക്കെ കിട്ടിയേക്കാം. അങ്ങനെ കാദംബനി ഗാംഗുലിക്ക് പ്രസംഗിക്കാൻ അനുവാദം കിട്ടി. എന്തായിരുന്നു കാദംബനി ഗാംഗുലിയുടെ പ്രത്യേകത? ബംഗാൾ പ്രവിശ്യയിലെ ആദ്യത്തെ വനിതാ ബിരുദധാരിയാണ്. സെറ്റാണേ.
അപ്പോൾ 1890 കൽക്കട്ട സമ്മേളനം ഡിസംബറിലാണ് നടക്കുക. എപ്പോഴും വാർഷിക സമ്മേളനം ഡിസംബറിലാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ 1890 കൽക്കട്ട സമ്മേളനം അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? ഫിറോസ് ഷാ മേത്ത. അദ്ദേഹം പാഴ്സി മത വിശ്വാസിയാണ്. INC പ്രസിഡന്റായ രണ്ടാമത്തെ പാഴ്സി അതല്ലെങ്കിൽ സ്വരാഷ്ട്രമത വിശ്വാസിയാണ് ആര്? ഫിറോസ് ഷാ മേത്ത. INC സമ്മേളനത്തിൽ ആദ്യമായി വനിതാ പ്രതിനിധികൾ പങ്കെടുത്തത് 1890 കൽക്കട്ട സമ്മേളനം. എത്ര വനിതകൾ? 6 വനിതകൾ. ആദ്യത്തെ വനിതാ പ്രതിനിധി എന്ന് പറയുന്നത് പണ്ഡിത രമാഭായി ആണ്. സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് അഥവാ പ്രസംഗിച്ച ആദ്യ വനിതാ പ്രതിനിധി എന്ന് പറയുന്നത് കാദംബിനി ഗാംഗുലി. ആരാണ് ഈ കാദംബിനി ഗാംഗുലി? ബംഗാൾ പ്രവിശ്യയിലെ ആദ്യത്തെ വനിതാ ബിരുദധാരി. ഓക്കെ അല്ലേ? ഫിറോസ് ഷാ മേത്തയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ബോംബെ ഹൈക്കോടതിയിലെ ഗർജിക്കുന്ന സിംഹം, ദ റോറിംഗ് ലയൺ ഓഫ് ബോംബെ ഹൈക്കോർട്ട് എന്നാണ് വിളിക്കുക. കൂടാതെ 1915 ജനുവരി മാസം 9-ാം തീയതി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയപ്പോൾ നടത്തിയ സ്വീകരണ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആര് തന്നെ? ഫിറോസ് ഷാ മേത്ത. ഓക്കെ. ഇനി 1891 നാഗ്പൂർ സമ്മേളനം. അധ്യക്ഷൻ എന്ന് പറയുന്നത് പി ആനന്ദചാർലു. ആരാണ്? പി ആനന്ദചാർലു. 2 പ്രത്യേകതകൾ നമ്മൾ അവിടെ പറയുന്നു. തെക്കേ ഇന്ത്യക്കാരനായ ആദ്യ INC പ്രസിഡന്റ്, ഹിന്ദുമത വിശ്വാസിയായ ആദ്യത്തെ INC പ്രസിഡന്റ് ആര് തന്നെ? പി ആനന്ദചാർലു തന്നെ. ഓക്കെ അല്ലേ? അപ്പോൾ 1891 നാഗ്പൂർ സമ്മേളനം അധ്യക്ഷൻ ആരാണ്? പി ആനന്ദചാർലു ആണ്. എന്താ പ്രത്യേകത? തെക്കേ ഇന്ത്യക്കാരനായ ആദ്യ പ്രസിഡന്റ്, ഹിന്ദുമത വിശ്വാസിയായ ആദ്യ പ്രസിഡന്റും ആര് തന്നെ? പി ആനന്ദചാർലു തന്നെ. ഈ സമ്മേളനത്തിലാണ് കോൺഗ്രസ് എന്ന പേരിനൊപ്പം നാഷണൽ എന്ന വാക്ക് കൂട്ടിച്ചേർത്തത്. ഇമ്പോർട്ടന്റ് ആണ്. 1884 ഈ സംഘടന രൂപീകരിച്ച സമയത്ത് അതിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് അഥവാ യൂണിയൻ എന്നായിരുന്നു. ആ പേര് മൊത്തം എടുത്ത് മാറ്റിയിട്ട് കോൺഗ്രസ് എന്ന വാക്ക് നിർദ്ദേശിച്ചത് ദാദാഭായ് നൗറോജി. ആ കോൺഗ്രസ് എന്ന വാക്കിനൊപ്പം നാഷണൽ എന്ന വാക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത് എന്നായിരുന്നടാ? ഈ 1891 അപ്പൊ 1891 നാഗ്പൂർ സമ്മേളനം അധ്യക്ഷനാരാണ്? പി ആനന്ദചാർലു. തെക്കേ ഇന്ത്യക്കാരനായ ആദ്യ പ്രസിഡന്റ്, ഹിന്ദുമത വിശ്വാസിയായ ആദ്യ പ്രസിഡന്റ്, കോൺഗ്രസ് എന്ന പേരിനൊപ്പം നാഷണൽ എന്ന വാക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഓക്കെ അല്ലേ? അപ്പൊ 1891 ഡിസംബർ മാസത്തെ വാർഷിക സമ്മേളനം മുതൽ കോൺഗ്രസ് എന്നറിയപ്പെട്ട സംഘടന എന്തായിട്ട് പേര് മാറി? നാഷണൽ കോൺഗ്രസ് ആയിട്ട് മാറി. എന്തായിട്ട് മാറി? നാഷണൽ കോൺഗ്രസ് ആയിട്ട് മാറി. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അതുവരെ ഉത്തരേന്ത്യയിലെ പ്രതിനിധികളാണ് സജീവമായി എന്ത് ചെയ്തിരുന്നത്? ഈ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് സ്ഥാനമൊക്കെ ആരാണ്? ഉത്തരേന്ത്യക്കാരെ തന്നെ കൈവശം വെച്ചു. തെക്കേ ഇന്ത്യക്കാരനായ ഒരു വ്യക്തിയെ INC പ്രസിഡന്റ് ആക്കുകയും തെക്കേ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ അംഗങ്ങൾ ഈ സംഘടനയിൽ പങ്കെടുക്കാൻ ഇടയാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന വാക്ക് മാറ്റിയിട്ട് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തത്. എന്ത് ചെയ്തത്? നാഷണൽ എന്ന വാക്ക് കൂട്ടിച്ചേർത്തത്. അങ്ങനെ 1893 ഡിസംബറിൽ നടന്ന നാഗ്പൂർ വാർഷിക സമ്മേളനം മുതൽ ഈ സംഘടന എന്ത് പേരിൽ അറിയപ്പെട്ടു? നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെട്ടു. സെറ്റാണേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ എന്ന വാക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത് 1905-ലാണ്. അതിലേക്ക് നമുക്ക് പറയാം. അടുത്ത് പറയുന്നു 1896 കൽക്കട്ട സമ്മേളനം. 1896 കൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് റഹ്മത്തുള്ള M സയാനി. റഹ്മത്തുള്ള M സയാനി വളരെ പ്രാധാന്യമുണ്ട്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം. ഈ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വന്ദേ മാതരം ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. യഥാർത്ഥത്തിൽ വന്ദേ മാതരം എന്ന ഗാനം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ ആനന്ദമഠം എന്ന നോവലില് ഭവാനന്ദൻ എന്ന ബാലൻ, ഭവാനന്ദൻ എന്ന് പറയുന്ന ബാലൻ ആലപിക്കുന്നതായിരുന്നു ഈ വന്ദേ മാതരം. ഭവാനന്ദൻ എന്ന ബാലൻ ആലപിക്കുന്നതായിരുന്നു വന്ദേ മാതരം എന്ന ഗാനം. ഈ ആനന്ദമഠം എന്ന നോവലിന്റെ ഇതിവൃത്തം എന്താണ്? ആനന്ദമഠം എന്ന നോവലിന്റെ ഇതിവൃത്തം എന്താണ്? സന്യാസി കലാപം. ബംഗാളിലെ സന്യാസി കലാപം. ബംഗാളിലെ സന്യാസി കലാപത്തെ ആസ്പദമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവൽ രചിക്കുന്നത് 1875 രചിച്ചു. ആ ആനന്ദമഠം എന്ന നോവലില് ഭവാനന്ദൻ എന്ന ബാലൻ ആലപിക്കുന്ന ഗാനമായിട്ടാണ് എന്ത് ഉൾക്കൊള്ളിച്ചിരുന്നത്? വന്ദേ മാതരം. ഓക്കെ. യഥാർത്ഥത്തിൽ ഭവാനന്ദൻ എന്ന് പറയുന്ന ബാലൻ ഈ ഗാനം
സംസ്കൃതത്തിലാണ് ആലപിക്കുന്നത്. സംസ്കൃതത്തിലാണ്. പക്ഷേ ഈ ആനന്ദമഠം നോവൽ ഏത് ഭാഷയിലാ? ആനന്ദമഠം നോവല് ബംഗാളി ഭാഷയിലാണ്. അതുകൊണ്ട് തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയും ഡൽഹി ഹൈക്കോടതിയും വിധി പ്രസ്താവിച്ചു. ഈ വന്ദേ മാതരം എന്ന് പറയുന്നത് സംസ്കൃതം ഗാനമല്ല. നോവൽ ബംഗാളി ഭാഷയിലായതുകൊണ്ട് അതിനുള്ളിലെ ഗാനവും ബംഗാളിയായിട്ട് കണക്കാക്കണം. അതുകൊണ്ട് തന്നെ നിലവിൽ പണ്ട് പി.എസ്.സി ചോദിച്ചിരുന്നു, നമ്മുടെ വന്ദേ മാതരം ഏത് ഭാഷയിലാണ്? ആൻസർ സംസ്കൃതം തന്നെയാണ് പി.എസ്.സി ശരിയായി കൊടുത്തിരുന്നത്. 2022 ശേഷം പി.എസ്.സി വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫൈനൽ ആൻസർ കീ പ്രകാരം കൊടുക്കുന്നത് ബംഗാളിയാണ്. അതിന് കാരണം ഹൈക്കോടതി ഉത്തരവ് നിലവിലുള്ളതുകൊണ്ടാണ് കേട്ടോ. കോർട്ട് ഓഫ് റെക്കോർഡ് അല്ലേ സുപ്രീം കോടതിയുടെയും മറ്റ് ഹൈക്കോടതികളുടെയും വിധി പ്രസ്താവന. ഗുഡ്. അപ്പോ മറക്കരുത്. അപ്പോ നമ്മുടെ വന്ദേ മാതരം ഏത് ഭാഷയിലാണ്? ബംഗാളി. അതാരാണ് യഥാർത്ഥത്തിൽ ആനന്ദമഠം നോവൽ ആലപിക്കുന്നത്? ഭവാനന്ദനന്ദ ബാലൻ. ഏത് വർഷമാണ് രചിക്കപ്പെട്ടത്? 1875. എന്നാൽ ഈ ആനന്ദമഠം എന്ന നോവൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതെന്നാണ് ചോദ്യമെങ്കിൽ ആനന്ദമഠം നോവൽ രചിച്ചത് 1875 ആണ്. പക്ഷെ ആനന്ദമഠം നോവൽ പ്രസിദ്ധീകരിച്ചത് 1882 പ്രസിദ്ധീകരിച്ചത് 1882 കേട്ടോ. രചിക്കപ്പെട്ടത് 1875 എന്നാൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് 1882 രചിക്കപ്പെട്ടത് 75 അല്ലേ? അതുകൊണ്ട് 1875 കഴിഞ്ഞ് ഇപ്പൊ എത്ര വർഷമായി? 2025 ആയപ്പോ 150 വർഷമായി. എത്ര വർഷമായി? 150 വർഷം. അതുകൊണ്ട് തന്നെ നിലവിൽ 2025 ഇന്ത്യയൊട്ടാകെ വന്ദേ മാതരത്തിന്റെ 2025 വന്ദേ മാതരത്തിന്റെ 150 വാർഷികാഘോഷങ്ങൾ നടക്കുകയാണ്. 150 വാർഷികാഘോഷങ്ങൾ നടക്കുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി. ഓക്കെ. അപ്പോ വന്ദേ മാതരം രചിക്കപ്പെട്ടത് 1875 ആയതുകൊണ്ടാണ് 2025 150 വാർഷികം ആഘോഷിക്കുക. മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോ 1896 കൽക്കട്ട സമ്മേളനം അധ്യക്ഷനായിരുന്നത് പ്രസിഡന്റ് ആയത് റഹ്മത്തുള്ള എം സയാനി. വന്ദേ മാതരം ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആലപിച്ച സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആലപിച്ചത് ആരാ? രവീന്ദ്രനാഥ് ടാഗോർ. രചിച്ചതാരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഏത് ഭാഷയിലാണ് വന്ദേ മാതരം? ബംഗാളി ഭാഷയിൽ. കേരള പി.എസ്.സിയുടെ നിലവിലെ ആൻസർ കീ പ്രകാരം. ഓക്കെ. ആനന്ദമഠം എന്ന നോവലില് ഭവാനന്ദൻ എന്ന ബാലൻ ആലപിക്കുന്ന ഗാനമാണ് വന്ദേ മാതരം. ഈ ആനന്ദമഠം എന്ന നോവൽ രചിക്കപ്പെട്ടത് 1875 എന്നാൽ പ്രസിദ്ധീകരിച്ചത് 1882 ആനന്ദമഠം എന്ന നോവലില് വന്ദേ മാതരം രചിക്കപ്പെട്ടത് 1875. അതിന്റെ ഓർമ്മ പുതുക്കാനായിട്ട് 2025 150 വന്ദേ മാതരത്തിന്റെ വാർഷികം ആഘോഷിക്കുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണെന്ന് കാര്യം ഓർമ്മിക്കാം. അടുത്ത് പഠിച്ചാലോ? അടുത്ത സമ്മേളനത്തിലേക്ക് പോവാം. യെസ്. 1897 അമരാവതി സമ്മേളനം. അധ്യക്ഷനായത് ചേറ്റൂർ ശങ്കരൻ നായർ. മലയാളിയാണ് അല്ലെ? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അതെ. INC പ്രസിഡന്റായ ആദ്യ മലയാളി. അല്ലെങ്കിൽ INC പ്രസിഡന്റ് ആയിരുന്ന ഒരേ ഒരു മലയാളി എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോ 1897 അമരാവതി സമ്മേളനം. അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷനായത് ചേറ്റൂർ ശങ്കരൻ നായരാണ് കേട്ടോ. INC പ്രസിഡന്റായ ആദ്യ മലയാളി. സെംസ്ഫോർഡ് എന്ന വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായ ആദ്യ മലയാളിയും ആര് തന്നെ? ചേറ്റൂർ ശങ്കരൻ നായർ തന്നെ. ഇനി സെംസ്ഫോർഡ് എന്ന വൈസ്രോയുടെ പേര് പറഞ്ഞില്ലെങ്കിലും ശരിയാണ്. ഒരു വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായ ആദ്യ മലയാളി എന്ന് പറയുന്നത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. നമ്മളിത് പഠിച്ചിട്ടുണ്ട്, മറക്കല്ലേ. അപ്പോൾ സെംസ്ഫോർഡ് വൈസ്രോയുടെ കാലഘട്ടത്താണ് അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്? അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായിരുന്നത്. ഈ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുമ്പോൾ എന്താ ജോലി? വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുമ്പോൾ എന്താ അവരുടെ ജോലി? എന്താ ജോലി പറഞ്ഞേ? യഥാർത്ഥത്തില് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുന്നത് വൈസ്രോയ്ക്ക് ഭരണ സൗകര്യത്തിന് വേണ്ടിയുള്ള നിയമനിർമ്മാണ ഉപദേശങ്ങൾ നൽകുക എന്നതാണ്. 1905 ബംഗാൾ വിഭജനത്തിന് ശേഷം ഇന്ത്യയിൽ ഒട്ടനവധി വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി. ആ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഉണ്ടായപ്പോ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിച്ചു? പ്രതിഷേധ സമരങ്ങൾ നയിക്കപ്പെട്ടു. ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ വിപ്ലവകാരികൾ ആക്രമിച്ചു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും കമ്പനി ഉദ്യോഗസ്ഥരെയും ഒക്കെ നിരന്തരം ആക്രമിച്ച് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തി. ഈ അക്രമത്തിന് അറുതി വരുത്തണമെന്നത് വൈസ്രോയിയുടെയും
വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളുടെയും ചുമതലയായിരുന്നു. അങ്ങനെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളുടെ കൂട്ടായ തീരുമാനമനുസരിച്ച് ഒരു നിയമം പാസാക്കാൻ തീരുമാനിച്ചു. ഈ വിപ്ലവ പ്രസ്ഥാനങ്ങൾ അഥവാ അക്രമ പ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് അതിന് ഇങ്ങനെ ഒരു പേര് നൽകി: അനാർക്കിയൽ ആൻഡ് ക്രൈം റവല്യൂഷണറി ആക്ട്. അനാർക്കിയൽ ക്രൈം റവല്യൂഷണറി ആക്ട്. അത് തയ്യാറാക്കാൻ നിർദ്ദേശിച്ചത് സിഡ്നി റൗലത്ത് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ആരെ? സിഡ്നി റൗലത്ത് എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ സിഡ്നി റൗലത്തിന്റെ നേതൃത്വത്തിൽ നിയമം പാസാക്കി. അതുകൊണ്ട് ഇത്തരം വിപ്ലവ പ്രസ്ഥാനങ്ങൾ അടിച്ചമർത്തുന്ന നയത്തെ റൗലത്ത് നിയമം എന്ന് വിളിച്ചു. അതുകൊണ്ട് തന്നെ റൗലത്ത് നിയമം തയ്യാറാക്കിയത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായ ചേറ്റൂർ ശങ്കരൻ നായർ സ്വാഭാവികമായിട്ട് അതിനെ പിന്തുണയ്ക്കുകയല്ലേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോ റൗലത്ത് നിയമത്തെ പിന്തുണച്ച വ്യക്തിയാണ് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. ഈ റൗലത്ത് നിയമം കൊണ്ടുവന്നപ്പോ ഇന്നത്തെ ഗുണ്ട ആക്ടിന് സമാനമാണ് എന്ത്? ഈ റൗലത്ത് നിയമം എന്ന് പറയുന്നത്. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ വിചാരണ കൂടാതെ 3 മാസം വരെ തടവിൽ വെക്കാൻ കഴിയുന്ന നിയമമാണ് ഗുണ്ട ആക്ട്. അല്ലേ? അല്ലേ? എന്നാൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ റൗലത്ത് ആക്ട് ഇത് തന്നെയായിരുന്നു. അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെയോ കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുള്ളവരെയോ അറസ്റ്റ് ചെയ്യുകയും 2 വർഷം വരെ വിചാരണ കൂടാതെ തടവിൽ വെക്കാൻ കഴിയുന്ന നിയമമാണ്. 2 വർഷം വരെ തടവിൽ വെക്കാൻ കഴിയുന്ന നിയമമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? ആ നിയമത്തിനെതിരെ ഗാന്ധിജി അതിശക്തമായി രംഗത്ത് വന്നു. അതിനെതിരെ ഹർത്താല് നടത്തുവാൻ ആഹ്വാനം ചെയ്തു. അങ്ങനെ ഹർത്താല് നടത്തുകയാണ്. 1919 ഏപ്രിൽ മാസം 6-ാം തീയതി ഹർത്താല് നടത്തി. ഹർത്താല് നടത്തിയപ്പോഴ് സ്വാഭാവികമായിട്ട് അവിടെ കുറേയധികം പ്രശ്നങ്ങളുണ്ടായി. കുറേയധികം വിപ്ലവകാരികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ വിപ്ലവകാരികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രതിഷേധ ധർണയൊക്കെ നടത്തി. നമുക്ക് ഏറ്റവും കൂടുതൽ അറിവുള്ളത് പഞ്ചാബിലെ സംഭവമാണ്. അല്ലേ? ജാലിയൻ വാലാബാഗ്. ആ ജനങ്ങള് പോലീസ് സ്റ്റേഷനിലേക്ക് എന്ത് ചെയ്തു? തങ്ങളുടെ നേതാക്കളെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നയിക്കുകയാണ്. നമ്മൾ പിന്നീട് പഠിക്കും. ജസ്റ്റ് കഥ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ചേറ്റൂർ ശങ്കരൻ നായരുടെ ചെയ്തികൾ മനസ്സിലാക്കാൻ. അങ്ങനെ ജനങ്ങള് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്തു. ആരെ മോചിപ്പിക്കാനാണ്? തങ്ങളുടെ വിപ്ലവകാരികളെ നേതാക്കന്മാരെ. അപ്പോൾ പോലീസുകാര്, ഭരണാധികാരികൾ എന്താ വിചാരിക്കുക? അറസ്റ്റ് ചെയ്ത് വിപ്ലവകാരികളെയാണ്. അവരെ മോചിപ്പിക്കണമെന്ന് പറയുന്ന ആൾക്കാരും എന്തായിരിക്കും? വിപ്ലവകാരികളായിരിക്കും എന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ ആ വിപ്ലവകാരികളെ പോലീസ് മോചിപ്പിച്ചില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ജനങ്ങൾ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ഒരുമിച്ച് കൂടി. പക്ഷെ ബ്രിട്ടീഷുകാർ എന്ത് കണക്കാക്കി? ആ വീണ്ടും പ്രശ്നക്കാരായ ഒരു കൂട്ടം പേരാണ് അവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്ന തെറ്റായ ആശയം പ്രചരിക്കപ്പെട്ടു. അങ്ങനെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയിരിക്കുന്നത് വിപ്ലവകാരികളാണ്, അല്ലെങ്കിൽ പ്രശ്നക്കാരാണെന്ന ധാരണയിൽ അവരെ അമർച്ച ചെയ്യാൻ ഉത്തരവിട്ടു. പക്ഷേ അവിടെ ഒത്തുകൂടിയ ആരാണ്? സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളായിരുന്നു. ഒത്തിരി പേര് വെടിയേറ്റ് മരിച്ചു. 1000-ലധികം പേർക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. അപ്പൊ സാധാരണക്കാരായ ജനങ്ങള് ഈ നിയമത്തിനനുസരിച്ച് അകാരണമായി കൊല്ലപ്പെട്ടു എന്ന പശ്ചാത്താപം ആർക്കുണ്ടായി? നമ്മുടെ ചേറ്റൂർ ശങ്കരൻ നായർക്ക്. വീണ്ടും ഞാൻ പറയുന്നു, ചേറ്റൂർ ശങ്കരൻ നായർ റൗലത്ത് നിയമത്തെ പിന്തുണച്ചു. ഓക്കെ. റൗലത്ത് നിയമത്തിനെതിരെ പ്രവർത്തിച്ച ആളാണ് ആര്? ഗാന്ധിജി. അതിനെതിരെ അദ്ദേഹം നടത്തിയ റൗലത്ത് സത്യാഗ്രഹമാണ് യഥാർത്ഥത്തിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. അതുകൊണ്ടാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, ഗാന്ധിജിയുടെ ഈ ആശയത്തെ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതിയത്. അവിടെ ഗാന്ധിയും അരാജകത്വവും, ഗാന്ധിജിയും അരാജകത്വം എന്നല്ല, ഗാന്ധിയും അരാജകത്വം എന്ന പുസ്തകം എഴുതി. ഗാന്ധി ആൻഡ് അനാർക്കി വിമർശിച്ചുകൊണ്ട് എഴുതിയതാണ് കേട്ടോ. അപ്പൊ റൗലത്ത് നിയമത്തെ പിന്തുണച്ചുകൊണ്ട് ചേറ്റൂർ ശങ്കരൻ നായർ ഗാന്ധിജിയുടെ ആശയങ്ങൾക്കെതിരായി എഴുതിയ പുസ്തകമായിരുന്നു ഗാന്ധിയും അരാജകത്വവും. പക്ഷേ താൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് നിയമം പാസാക്കി. ആ നിയമം സാധാരണക്കാരായ ജനങ്ങളുടെ കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്ന പശ്ചാത്താപമുള്ളത് കൊണ്ട്, ഈ ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട്, പശ്ചാത്തപിച്ചുകൊണ്ട് അദ്ദേഹം ജോലി രാജിവെക്കുകയും ചെയ്തു. അതാണ് ചരിത്രം. ഓക്കെ. അപ്പൊ ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് അതുകൂടെ നമ്മൾ പഠിച്ചു വെച്ചു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് വിശദമായി തന്നെ പഠിക്കും. ധൈര്യമായിട്ടിരിക്കുക. നമ്മൾ പഠിച്ചുറപ്പിക്കുകയും ചെയ്തു. ബി ഹാപ്പി ഓൾവേസ്. അപ്പൊ 1897 അമരാവതി സമ്മേളനം, ചേറ്റൂർ ശങ്കരൻ നായർ INC പ്രസിഡന്റ് ആയ ആദ്യ മലയാളി. ചെംസ്ഫോർഡ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായ ആദ്യ മലയാളിയാണ്. റൗലത്ത് നിയമത്തെ പിന്തുണച്ച് ഗാന്ധിജിയുടെ ആശയങ്ങൾക്കെതിരായി എഴുതിയ പുസ്തകമാണ് ഗാന്ധിയും അരാജകത്വവും. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ജോലി രാജിവെക്കുകയും ചെയ്തു. സെറ്റാണ്, മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. ഇനി 1899 ലക്നൗ സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് R.C. ദത്ത്.
ഓക്കെ. ഈ സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടന തയ്യാറാക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടനയെ കുറിച്ച് ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം ഏതാ? 1888 ജോർജിയയിൽ അധ്യക്ഷനായ അലഹാബാദ് സമ്മേളനം. എന്നാൽ ഇവിടെ INCയുടെ ഭരണഘടന തയ്യാറാക്കിയത് അല്ലെങ്കിൽ രൂപീകരിച്ചത് എന്നായിരുന്നു 1899 ലക്നൗ സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ RC ദത്തായിരുന്നു. ഇവിടെ ഭരണഘടന തയ്യാറാക്കി. പക്ഷേ എല്ലാം ബ്രിട്ടീഷ് അനുഭാവപൂർണമായ തീരുമാനങ്ങളായിരുന്നു ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് കാഴ്ചപ്പാടുകൾ എതിർക്കുന്ന ഒന്നും ഇതിനകത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിച്ചു? പാസ്സാക്കാൻ കഴിഞ്ഞില്ല. കുറേയധികം പേര് എതിർത്തു. അതുകൊണ്ട് പാസ്സാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തയ്യാറാക്കിയതേ ഉള്ളൂ, പാസ്സാക്കിയിട്ടില്ല കേട്ടോ. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടനയെക്കുറിച്ച് ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം ഏതാ? 1888 അലഹാബാദ് സമ്മേളനം. അധ്യക്ഷൻ എന്ന് പറയുന്നത് ജോർജ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടന തയ്യാറാക്കിയത് അഥവാ രൂപീകരിച്ചത് ഏത് സമ്മേളനത്തിൽ? 1899 ലക്നൗ സമ്മേളനത്തിൽ. അതിന്റെ അധ്യക്ഷൻ ആരാണ്? RC ദത്താണ്. ക്ലിയർ? 1904 ബോംബെ സമ്മേളനം. അധ്യക്ഷൻ എന്ന് പറയുന്നത് ഹെൻറി കോട്ടൺ. 1904 ബോംബെ സമ്മേളന അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാ? ഹെൻറി കോട്ടൺ. INC പ്രസിഡന്റായ നാലാമത്തെ വിദേശി. INC പ്രസിഡന്റായ എത്രാമത്തെ? നാലാമത്തെ വിദേശിയാണ് ഹെൻറി കോട്ടൺ. ഓക്കെ. നാലാമത്തെ വിദേശി എന്നത് പ്രസക്തമായ പോയിന്റ് അല്ല. അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്താ പ്രത്യേകത? ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഹെൻറി കോട്ടൺ ആണ്. പലപ്പോഴും ഞാനിങ്ങനെ പറയുമ്പോ നിങ്ങളുടെ മനസ്സിൽ അതെങ്ങനെ ശരിയാകും? 1905 കോൺഗ്രസ് സമ്മേളനം നടന്നത് ബനാറസിലല്ലേ? ബനാറസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. എന്നാൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം എപ്പോഴും നടക്കുന്നത് ഡിസംബർ മാസമാണ്. എപ്പോഴും നടക്കുന്നത് ഡിസംബർ മാസമാണ്. ഡിസംബർ മാസം പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് അടുത്ത വർഷം ഡിസംബർ വരെ തുടരാം. അപ്പൊ ഹെൻറി കോട്ടന്റെ കാലാവധി 1904 ഡിസംബറിൽ തിരഞ്ഞെടുത്തു. എപ്പോഴും അവസാനിക്കുക? 1905 ഡിസംബറിൽ അടുത്ത പ്രസിഡന്റ് അതായത് ഗോപാലകൃഷ്ണ ഗോഖലെ തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ ആരാണ് പ്രസിഡന്റ്? ഹെൻറി കോട്ടൺ ആണ്. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചതെന്ന 1905 ജൂലൈ 20. ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വന്നതെന്ന 1905 ഒക്ടോബർ 16. ഈ രണ്ട് സമയത്തും INCയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ആര് തന്നെ? ഹെൻറി കോട്ടൺ തന്നെ. ശരിയല്ലേ? വാർഷിക സമ്മേളനം ഡിസംബറിലാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ ഈ ഒരു സെന്റൻസ് നിങ്ങൾക്ക് ക്ലിയർ ആവുകയുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണ 1905 ബംഗാൾ വിഭജനം. നമ്മൾ നേരെ പോയി 1905 ആരാണ് INC പ്രസിഡന്റ് നോക്കും. 1905 INC പ്രസിഡന്റ് ആരാ? ഗോപാലകൃഷ്ണ ഗോഖലെ. പക്ഷെ എപ്പോഴാ പ്രസിഡന്റ് ആയേ? ഡിസംബറിലാ പ്രസിഡന്റ് ആവുക. അപ്പൊ ബംഗാൾ വിഭജന സമയത്ത് അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നോ? അല്ല. അല്ല. ക്ലിയർ? PSC റീസെന്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, മറക്കരുത്. വളരെ പ്രാധാന്യം. ക്ലിയർ? അപ്പോൾ 1904 ബോംബെ സമ്മേളനം. അധ്യക്ഷനായ ഹെൻറി കോട്ടൺ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് ആണ് ആര്? നമ്മുടെ ഹെൻറി കോട്ടൺ. നാലാമത്തെ വിദേശിയാണ്. ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കപ്പെട്ടത് 1905 ജൂലൈ 20 പ്രാബല്യത്തിൽ വന്നത് ഒക്ടോബർ 16. ഈ രണ്ട് സമയത്തും ആര് തന്നെയാണ് INC പ്രസിഡന്റ്? ഹെൻറി കോട്ടൺ തന്നെ. സെറ്റ് അല്ലേ? മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. ഗുഡ്. 1905 ബനാറസ് സമ്മേളനം. ബനാറസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. 1905 ഡിസംബറിലാണ് നടക്കുക കേട്ടോ. അപ്പൊ 1905 ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് 1905 ജൂലൈ 20 ആയിരുന്നു. തുടർന്ന് ബംഗാൾ വിഭജനത്തിനെതിരെ ദേശീയ നേതാക്കൾ എല്ലാവരും കൂടെ ചേർന്ന് കൽക്കട്ട ടൗൺ ഹാളിൽ ഒരുമിച്ച് കൂടി. കൽക്കട്ട ടൗൺ ഹാളിൽ ഒരുമിച്ച് കൂടിയ ദേശീയ നേതാക്കൾ, കോൺഗ്രസ് പ്രവർത്തകരല്ല, പൊതുവായിട്ട് ദേശീയ നേതാക്കൾ 1905 ഓഗസ്റ്റ് മാസം 7 മുതൽ എന്താരംഭിച്ചു? സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വന്ദേ മാതരമായിരുന്നു. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് വിളിക്കാറുണ്ട്? വന്ദേ മാതരം പ്രസ്ഥാനം എന്ന് വിളിക്കാറുണ്ട്. വന്ദേ മാതരം പ്രസ്ഥാനം എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ സ്വദേശി പ്രസ്ഥാനം അഥവാ വന്ദേ മാതരം പ്രസ്ഥാനം ആരംഭിച്ചു. അങ്ങനെ സ്വദേശി ഉൽപ്പന്നങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. കുടിൽ വ്യവസായത്തിന് അത് പുരോഗതിയേറി. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളില് എന്ത് ചെയ്തു? വലിയൊരു ശക്തി പ്രകടമായി. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കണം.
തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് നീങ്ങുകയാണ്. ആ വർഷം ഡിസംബറിൽ നടന്ന ബനാറസ് സമ്മേളനത്തില്, കോൺഗ്രസ് സമ്മേളനത്തിലും കുറേയധികം അംഗങ്ങൾ ഈ ഒരു ആവശ്യമായിട്ട് രംഗത്ത് വന്നു. പൊതുസമൂഹം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മോചനം നേടണമെന്ന ലക്ഷ്യത്തോടു കൂടി രംഗത്ത് വരുമ്പോൾ അവരുടെ പ്രതിനിധികളായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയും ആ രീതിയിൽ പ്രവർത്തിക്കണം എന്ന് ആരാവശ്യപ്പെട്ടു? ഈ 1905 ബനാറസ് സമ്മേളനത്തിൽ വന്ന ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടു. അങ്ങനെ 1905 ബനാറസ് സമ്മേളനം അധ്യക്ഷനാരാ? ഗോപാലകൃഷ്ണ ഗോഖലെ. ഈ സമ്മേളനത്തിൽ സ്വദേശി പ്രസ്ഥാനം, സ്വരാജ് പ്രസ്ഥാനം എന്നീ 2 പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസാക്കി. എന്തൊക്കെ? സ്വദേശി പ്രസ്ഥാനം കൂടാതെ സ്വരാജ് പ്രസ്ഥാനം. സ്വരാജ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം നേടുക. സ്വദേശി എന്ന് പറഞ്ഞാൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുക. ഈ 2 പ്രമേയങ്ങൾ അവതരിപ്പിച്ചു പാസാക്കി. ആ വാക്കിന് ഇമ്പോർട്ടന്റ്. പ്രമേയം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ പ്രസക്തിയില്ല. അവതരിപ്പിച്ച് പാസാക്കി എന്ന് പറഞ്ഞാൽ ആ പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്താണോ അത് ആ സംഘടനയുടെ പ്രവർത്തന ലക്ഷ്യമായി സ്വീകരിച്ചു എന്നർത്ഥം. ഓക്കെ. ഒരു പ്രമേയം അവതരിപ്പിച്ച് പാസാക്കി എന്ന് പറഞ്ഞാൽ ആ പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്താണോ അത് ആ സംഘടനയുടെ പ്രവർത്തന ലക്ഷ്യമായി അംഗീകരിച്ച് പാസാക്കി എന്നാണ്. ഓക്കെ അല്ലേ? അന്ന് മുതൽ ആ ഉള്ളടക്കം, ആ പ്രമേയത്തിന്റെ ഉള്ളടക്കത്തിന് വേണ്ടി പ്രവർത്തിക്കും. ലക്ഷ്യമായി തീരുമാനിച്ചു എന്നാണ്. അതിന്റെ അർത്ഥം 1905 ബനാറസ് സമ്മേളനം തൊട്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആര് പ്രവർത്തിക്കുക? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുവരെ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെട്ട സംഘടന 1905 ബനാറസ് സമ്മേളനം തൊട്ട് എന്ത് പേരിൽ അറിയപ്പെട്ടു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായിട്ട് മാറ്റപ്പെട്ടു. പക്ഷേ ബ്രിട്ടീഷ് അനുഭാവികളായ മിതവാദികൾ ഇത് അംഗീകരിക്കാൻ തയ്യാറാവോ? ഇല്ല. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായി 2 ഗ്രൂപ്പ് രൂപം കൊണ്ടു. ബ്രിട്ടീഷുകാരുടെ ആശയങ്ങൾ പിന്തുണ നൽകുന്ന മിതവാദികൾ ഒരു ഗ്രൂപ്പ്, ബ്രിട്ടീഷുകാരെ എതിർക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന തീവ്രവാദ വിഭാഗം രണ്ടാമത്തെ ഗ്രൂപ്പ്. അപ്പോ മിതവാദ തീവ്രവാദ വിഭാഗങ്ങൾ രൂപം കൊണ്ടത് 1905 ബനാറസ് സമ്മേളനത്തിൽ. കാരണം സ്വദേശി പ്രസ്ഥാനം, സ്വരാജ് പ്രസ്ഥാനം എന്നീ പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസാക്കി. ഈ സ്വദേശി പ്രസ്ഥാനം, സ്വരാജ് പ്രസ്ഥാനം യഥാർത്ഥത്തിൽ അവതരിപ്പിച്ച് പാസാക്കുന്ന ആരാ? തീവ്രവാദ ചിന്താഗതിയുള്ളവരാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കുവാൻ ബ്രിട്ടീഷ് അനുഭാവികൾ തയ്യാറല്ല. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായി മിതവാദ തീവ്രവാദ വിഭാഗങ്ങൾ രൂപം കൊണ്ടതെന്നാണ് 1905 ബനാറസ് സമ്മേളനം. 1905 വരെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ബ്രിട്ടീഷുകാരോടുള്ള അനുഭാവപൂർണമായ പെരുമാറ്റമാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദി നേതാവെന്ന് വിളിക്കുക. മിതവാദി എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് അനുഭാവി എന്നർത്ഥം. ഓക്കെ, ബ്രിട്ടീഷ് ആശയങ്ങൾ ഫോളോ ചെയ്തവർ. ആ മിതവാദിയായ ഗോപാലകൃഷ്ണ ഗോഖലെ അധ്യക്ഷനായ ഈ സമ്മേളനത്തിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സ്വദേശി പ്രസ്ഥാനം, സ്വരാജ് പ്രസ്ഥാനം എന്നീ 2 പ്രമേയങ്ങൾ അവതരിപ്പിച്ച് ആര് പാസാക്കിയത്? തീവ്രവാദി അംഗങ്ങൾ അവതരിപ്പിച്ച് പാസാക്കിയെടുക്കുന്നത്. അങ്ങനെ സംഘടനയുടെ ലക്ഷ്യം തന്നെ എന്തായിട്ട് മാറി? ബ്രിട്ടീഷുകാരെ എതിർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് മാറുകയാണ്. അതുകൊണ്ടാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ബ്രിട്ടീഷുകാർ എന്തെന്ന് വിളിച്ചത്? ആട്ടിൻ തോലിട്ട ചെന്നായ എന്ന് വിളിച്ചത്. ബ്രിട്ടീഷുകാർ കാണുമ്പോൾ തങ്ങളുടെ അനുഭാവി എന്ന് പറയും. എന്നിട്ട് അവിടെ പോയി അദ്ദേഹം പ്രസിഡന്റായ സമയത്ത് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ എതിർക്കാൻ വേണ്ടി പ്രമേയം പാസാക്കിയെന്ന കാഴ്ചപ്പാടില്ല. ഗോപാലകൃഷ്ണ ഗോഖലെ ബ്രിട്ടീഷുകാർ എന്തെന്ന് വിളിച്ചത്? ആട്ടിൻ തോലിട്ട ചെന്നായ. ഓക്കെ അല്ലേ? മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. ഓക്കെ, യെസ്. അടുത്ത സമ്മേളനത്തിലേക്ക് നമ്മൾ പോകുന്നു. 1906 കൽക്കട്ട സമ്മേളനം. കൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ദാദാഭായ് നവറോജി. ഏറ്റവും പ്രായം കൂടിയ INC പ്രസിഡന്റ് ആണ് ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അവിടെ പ്രസിഡന്റ് ആയതെന്ന് ചോദിച്ചാല് ഞാൻ പറഞ്ഞു 1905 മിതവാദികളും തീവ്രവാദികളും 2 വിഭാഗം രൂപം കൊണ്ടല്ലോ. എന്നിട്ട് ഈ വിഭാഗത്തിൽ ആരെങ്കിലും പ്രസിഡന്റ് ആയാലാണ് ഇവരുടെ ചിന്താഗതികൾ സംഘടനയിൽ പ്രാവർത്തികമാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 1906 ആയപ്പോ മിതവാദികളും തീവ്രവാദികളും പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി തല്ലുപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ മിതവാദികൾ പറഞ്ഞു തങ്ങളുടെ നേതാവായ രാജ് ബിഹാരി ഘോഷിനെ പ്രസിഡന്റ് ആക്കണം. തീവ്രവാദികൾ പറഞ്ഞു തങ്ങളുടെ നേതാവായ ലാലാ ലജ്പത് റോയെ പ്രസിഡന്റ് ആക്കണം. അങ്ങനെ ലാലാ ലജ്പത് റോയുടെ വിഭാഗവും രാജ് ബിഹാരി ഘോഷിന്റെ വിഭാഗവും തമ്മിൽ 1906 ഒരു ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി. ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തിയപ്പോ 2 പേരുടെയും സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വയം ഉയർന്ന പ്രായത്തിലും ആര് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു? ദാദാഭായ് നവറോജി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇന്ത്യയുടെ വന്യ വയോധികൻ എന്ന് വിളിക്കുക. എങ്കിലും തീവ്രവാദികൾ പറഞ്ഞു കഴിഞ്ഞ വർഷം ഞങ്ങൾ പ്രമേയം പാസാക്കി വെച്ചിട്ടേ ഉള്ളൂ, അതിൽ കാര്യമില്ല, ബ്രിട്ടീഷുകാരോട് എന്ത് ആവശ്യപ്പെടണം? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു.
അങ്ങനെ തീവ്രവാദികളുടെ ആവശ്യപ്രകാരം സ്വരാജ് ആദ്യമായി ആവശ്യപ്പെടുകയാണ്. ഈ സ്വരാജ് ആവശ്യപ്പെടണമെന്ന ചർച്ചയിൽ നമ്മുടെ തീവ്രവാദികളുടെ നേതാവായ ലാലാ ലജ്പത് റായ് പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി വാൽവ് തിയറിയാണ്. ബ്രിട്ടീഷുകാരുടെ ആശയങ്ങൾ ഇന്ത്യയിൽ എത്തിക്കുവാനുള്ള, ഇന്ത്യക്കാരുടെ ഇടയിൽ എത്തിക്കുവാനുള്ള ഒരു സേഫ്റ്റി വാൽവ് ആയിരുന്നു എന്ത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം. അത് ഇനിയും നമ്മൾ അംഗീകരിച്ചുകൂടാ. നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ബ്രിട്ടീഷ് ആധിപത്യത്തിനുള്ള മോചനത്തിന് വേണ്ടി പോരാടണം. അങ്ങനെ ലാലാ ലജ്പത് റായ് ഉൾപ്പെടുന്ന തീവ്രവാദി വിഭാഗത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു സ്വരാജ് ആദ്യമായി ആവശ്യപ്പെടുന്നത്. ഓക്കെ, മറക്കില്ലല്ലോ. അപ്പൊ 1906 കൽക്കട്ട സമ്മേളനം അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാ? ദാദാഭായ് നൗറോജി. ഏറ്റവും പ്രായം കൂടിയ INC പ്രസിഡന്റ്, വിശേഷണം ഇന്ത്യയുടെ വന്യ വയോധികൻ. സ്വരാജ് ആദ്യമായി ആവശ്യപ്പെട്ട സമ്മേളനം 1906 കൽക്കട്ട സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സ്വരാജ് എന്ന പ്രമേയം അവതരിപ്പിച്ചെന്ന 1905 ബനാറസ് സമ്മേളനം. സ്വരാജ് ആദ്യമായി ആവശ്യപ്പെട്ടത് 1906 കൽക്കട്ട സമ്മേളനം. ക്ലിയർ? INCയുടെ രൂപീകരണത്തെ സേഫ്റ്റി വാൽവ് തിയറി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ലാലാ ലജ്പത് റായ്. ഏത് സമ്മേളനത്തിൽ വെച്ച്? 1906 കൽക്കട്ട സമ്മേളനത്തിൽ വെച്ച്. PSC ക്വസ്റ്റ്യൻ ആണ്, മറക്കല്ലേ. INCയുടെ രൂപീകരണത്തെ സേഫ്റ്റി വാൽവ് തിയറി എന്ന് ലാലാ ലജ്പത് റായ് വിശേഷിപ്പിച്ചത് ഏത് INC സമ്മേളനത്തിൽ വെച്ചാണെന്ന് ചോദിക്കാറുണ്ട്. ഏത് സമ്മേളനത്തിൽ വെച്ചാ? 1906 കൽക്കട്ട സമ്മേളനത്തിൽ വെച്ച്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് കുറേയധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോ? യെസ്, 1887 മദ്രാസ് സമ്മേളനം. അധ്യക്ഷൻ ബദറുദ്ദീൻ തിയാബ്ജിയാണ്. INC പ്രസിഡന്റ് ആദ്യത്തെ ഇസ്ലാം മത വിശ്വാസി അല്ലെങ്കിൽ മുസ്ലിം സമുദായങ്ങളുടെ പ്രസിഡന്റ്. ബോംബെ ഹൈക്കോടതിയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ബാരിസ്റ്റർ ആയിരുന്നു ബദറുദ്ദീൻ തിയാബ്ജി. ഈ മൂന്നാമത്തെ സമ്മേളനത്തിൽ 1887 ആകെ 607 പ്രതിനിധികൾ പങ്കെടുത്തു. 1882 അലഹാബാദ് സമ്മേളനം. അധ്യക്ഷൻ ജോർജുകളാണ്. INC പ്രസിഡന്റായ ആദ്യത്തെ വിദേശി. INCയുടെ ഭരണഘടനയെക്കുറിച്ച് ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം 1888 ജോർജുകൾ അധ്യക്ഷനായ അലഹാബാദ് സമ്മേളനത്തിൽ. ഈ സമ്മേളനത്തിൽ, ഈ നാലാമത്തെ സമ്മേളനത്തിൽ 1248 പ്രതിനിധികൾ പങ്കെടുത്തു. പ്രസിഡന്റും സെക്രട്ടറിയും ഈ സമ്മേളനത്തിൽ ബ്രിട്ടീഷുകാരായതിൽ പ്രതിഷേധിച്ചുകൊണ്ട് INC എന്ന സംഘടനയ്ക്കെതിരായി സർ സയ്യിദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച സംഘടനയായിരുന്നു യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. ഏത് വർഷം? 1888. 1889 ബോംബെ സമ്മേളനം. അധ്യക്ഷൻ വില്യം വെഡർബേൺ ആണ്. INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി വില്യം വെഡർബേൺ ആയിരുന്നു. ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നതിന് ശേഷം INC പ്രസിഡന്റായ വ്യക്തി. അപ്പോൾ INC പ്രസിഡന്റായ ആദ്യത്തെ ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ചാൽ ആരാണ്? വില്യം വെഡർബേൺ ആണ്. INC പ്രസിഡന്റായ 2 തവണ പ്രസിഡന്റായ ആദ്യ വിദേശിയാണ് വില്യം വെഡർബേൺ. ഏതൊക്കെ വർഷം? 1889 1910. മലയാളിയായ GP പിള്ള പങ്കെടുത്ത INC സമ്മേളനമായിരുന്നു 1889 ബോംബെ. 1890 കൽക്കട്ട സമ്മേളനം. അധ്യക്ഷൻ എന്ന് പറയുന്നത് ഫിറോസ് ഷാ മേത്ത. INC പ്രസിഡന്റായ രണ്ടാമത്തെ പാഴ്സി അഥവാ സ്വരാഷ്ട്രമത വിശ്വാസി. INC സമ്മേളനത്തിൽ ആദ്യമായി വനിതാ പ്രതിനിധികൾ പങ്കെടുത്തത് ഫിറോസ് ഷാ മേത്ത അധ്യക്ഷനായ 1890 കൽക്കട്ട സമ്മേളനം. അതിൽ ആദ്യത്തെ വനിതാ പ്രതിനിധി എന്ന് കണക്കാക്കുന്നത് പണ്ഡിത് രമാബായിയെ. സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത അഥവാ പ്രസംഗിച്ച ആദ്യത്തെ വനിതാ പ്രതിനിധിയെ കണക്കാക്കുന്നത് കാദംബരി ഗാംഗുലിയെ. ബംഗാൾ പ്രവിശ്യയിലെ ആദ്യത്തെ വനിതാ ബിരുദധാരിയാണ് ആര്? കാദംബരി ഗാംഗുലി. ബോംബെ ഹൈക്കോടതിയിൽ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്നത് ഫിറോസ് ഷാ മേത്ത. അദ്ദേഹമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ 1915 ജനുവരി മാസം 9-ാം തീയതി ബോംബെയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. 1891 നാഗ്പൂർ സമ്മേളനം. അധ്യക്ഷൻ P. ആനന്ദ ചാർലു. തെക്കേ ഇന്ത്യക്കാരനായ ആദ്യ INC പ്രസിഡന്റ് ആനന്ദ ചാർലു ആണ്. ഹിന്ദുമത വിശ്വാസിയായ ആദ്യത്തെ INC പ്രസിഡന്റ് ആനന്ദ ചാർലു തന്നെ. ഈ സമ്മേളനത്തിൽ വെച്ചാണ് കോൺഗ്രസ് എന്ന പേരിനൊപ്പം നാഷണൽ എന്ന വാക്ക് കൂട്ടിച്ചേർക്കപ്പെടുക. 1896 കൽക്കട്ട സമ്മേളനം. അധ്യക്ഷൻ റഹ്മത്തുള്ള സൈനി. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമ്മേളനമാണ് 1897 കൽക്കട്ട സമ്മേളനം. ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. ആ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആയിരുന്നു. അദ്ദേഹത്തെ ആനന്ദമഠം എന്ന നോവലില് ഭവാനന്ദൻ എന്ന ബാലൻ ആലപിക്കുന്നതായിട്ടാണ് വന്ദേ മാതരം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം 2025 ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷമായി നടത്തപ്പെടുന്നു. 1897 അമരാവതി സമ്മേളനം. അധ്യക്ഷൻ എന്ന് പറയുന്നത് ചേറ്റൂർ ശങ്കരൻ നായർ. INC പ്രസിഡന്റായ ആദ്യ മലയാളി. ചെംസ്ഫോർഡ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായ ആദ്യ മലയാളിയും ചേറ്റൂർ ശങ്കരൻ നായർ തന്നെ. ഓക്കെ, എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുമ്പോൾ വൈസ്രോയ്ക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തേണ്ടവർ. റൗലത്ത് നിയമത്തെ പിന്തുണച്ചുകൊണ്ട് ഗാന്ധിജിയുടെ ആശയങ്ങൾക്കെതിരായി ചേറ്റൂർ ശങ്കരൻ നായർ എഴുതിയ പുസ്തകമാണ് ഗാന്ധിയും അരാജകത്വവും. ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം ജോലി രാജിവെച്ചു.
1899 ലക്നൗ സമ്മേളനം. അധ്യക്ഷൻ RC ദത്ത്. INC-യുടെ ഭരണഘടന തയ്യാറാക്കിയത് ഈ സമ്മേളനത്തിൽ വെച്ച്. INC-യുടെ ഭരണഘടനയെ കുറിച്ച് ആദ്യമേ ചർച്ച ചെയ്തത് 1888 അലഹാബാദ് സമ്മേളനം. INC-യുടെ ഭരണഘടന തയ്യാറാക്കിയത് 1899 ലക്നൗ സമ്മേളനം. ഓക്കെ. പക്ഷേ ബ്രിട്ടീഷ് അനുഭാവം പൂർണ്ണമായ കാര്യങ്ങൾ മാത്രമേ ഭരണഘടനയിലുള്ളൂ എന്ന കാരണത്തിന്മേൽ എന്ത് ചെയ്തില്ല, ഇത് പല അംഗങ്ങളും അംഗീകരിച്ചില്ല. അതുകൊണ്ട് പാസ്സാക്കാൻ കഴിഞ്ഞില്ല. 1904 ബോംബെ സമ്മേളനം. അധ്യക്ഷൻ ഹെൻറി കോട്ടൺ. ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് ആയിരുന്നത് ഹെൻറി കോട്ടൺ ആണ്. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് 1905 ജൂലൈ 20-നും നിലവിൽ വന്ന 1905 ഒക്ടോബർ 16-നും ആര് തന്നെയാണ് പ്രസിഡന്റ്? ഹെൻറി കോട്ടൺ തന്നെ. കാരണം വാർഷിക സമ്മേളനത്തിലാണ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുക. 1904 ഡിസംബറിലാണ് ഹെൻറി കോട്ടൺ പ്രസിഡന്റ് ആവുക. 1905 ഡിസംബർ വരേക്കും ആര് തന്നെയാണ് പ്രസിഡന്റ്? ഹെൻറി കോട്ടൺ തന്നെ. 1905 ഡിസംബറിലാണ് ആര് തിരഞ്ഞെടുക്കപ്പെടുക? ബനാറസ് സമ്മേളനത്തിൽ ഗോപാലകൃഷ്ണ ഗോഖലെ. ഈ ബനാറസ് എന്ന് പറയുന്ന സ്ഥലം നിലവിൽ അറിയപ്പെടുന്നത് വാരണാസി എന്ന പേരിലാണ് കേട്ടോ. ബനാറസിന്റെ മറ്റൊരു പേരാണ് കാശി. കാശി മറ്റൊരു പേര് ബനാറസ്, മറ്റൊരു പേര് വാരണാസി. സ്വദേശി പ്രസ്ഥാനം, സ്വരാജ് പ്രസ്ഥാനം എന്നീ രണ്ട് പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസാക്കി. അതായത് അവതരിപ്പിച്ച് പാസാക്കി എന്ന് പറഞ്ഞാൽ പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്താണോ അത് ആ സംഘടനയുടെ ലക്ഷ്യമായി മാറിയെന്നർത്ഥം. അങ്ങനെ 1905 മുതൽ ബ്രിട്ടീഷുകാരുടെ പിന്തുണയ്ക്കുന്ന ബ്രിട്ടീഷ് അനുഭാവികളായ മിതവാദികളും ഉണ്ടായി. പിന്നെ ബ്രിട്ടീഷുകാരെ എതിർക്കുന്ന തീവ്രവാദ വിഭാഗങ്ങൾ രൂപം കൊണ്ടു. മിതവാദ തീവ്രവാദ വിഭാഗങ്ങൾ രൂപം കൊണ്ടത് 1905 ബനാറസ് സമ്മേളനത്തിൽ. ഓക്കെ അല്ലേ? അങ്ങനെ ഈ രണ്ട് ഗ്രൂപ്പ് ആയപ്പോ ഈ രണ്ടുപേരും തങ്ങൾക്ക് മേൽക്കോയ്മ വേണം എന്ന ആഗ്രഹത്തോടു കൂടി പ്രസിഡന്റ് സ്ഥാനത്ത് ചൊല്ലി തർക്കമായി. 1906 കൽക്കട്ട സമ്മേളനത്തിൽ ദാദാഭായ് നൗറോജി അധ്യക്ഷനായി. അദ്ദേഹം അധ്യക്ഷനാകാനുള്ള കാരണം ഇതാണ്. മിതവാദ തീവ്രവാദ ഗ്രൂപ്പുകൾ തമ്മിൽ സംഘടനത്തിലേക്ക് എത്തിച്ചേരുമെന്ന് സാഹചര്യം വന്നപ്പോ സ്വയം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത വ്യക്തിത്വമാണ് ആര്? ദാദാഭായ് നൗറോജി. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യയുടെ വന്യ വയോധികൻ എന്ന് വിളിക്കുന്നു. ഈ സമ്മേളനത്തിൽ വെച്ച് തീവ്രവാദികളുടെ ആവശ്യപ്രകാരം സ്വരാജ് ആദ്യമായി ആവശ്യപ്പെട്ടു. അപ്പൊ സ്വരാജ് എന്ന പ്രമേയം പാസ്സാക്കുന്നത് 1905 ബനാറസ് സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വരാജ് ആദ്യമായി ആവശ്യപ്പെടുന്നത് 1906 കൽക്കട്ട സമ്മേളനം. ഈ സ്വരാജ് ആവശ്യപ്പെടണമെന്ന ചർച്ചയിലാണ് ലാലാ ലജ്പത് റായ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തെ സേഫ്റ്റി വാൽവ് തിയറിയാണെന്ന് വിശേഷിപ്പിക്കുക. ബ്രിട്ടീഷുകാരുടെ ആശയങ്ങൾ ഇന്ത്യക്കാരിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സേഫ്റ്റി വാൽവ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടന. ഇനിയും നമ്മൾ അത് അംഗീകരിച്ചുകൂടാ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തണം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊരു കാഴ്ചപ്പാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1906 കൽക്കട്ട സമ്മേളനത്തിൽ ലാലാ ലജ്പത് റായ് അവതരിപ്പിച്ചു. അത് പ്രകാരം എന്ത് ചെയ്തു? യെസ്, സ്വരാജ് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതുവരെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ സംഘടന വീണ്ടും തുടർന്നു പോവോ? തീർച്ചയായിട്ടും തുടർന്നു പോകും. അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. അതാണ് സൂററ്റ് സ്പ്ലിറ്റ് എന്ന വലിയൊരു സംഭവത്തിലേക്ക് വഴിവെച്ചത്. ഓക്കെ. അപ്പോ തീവ്രവാദ മിതവാദ ഗ്രൂപ്പുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടതെന്ന 1905. കാരണം സ്വദേശി സ്വരാജ് പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസ്സാക്കിയതോടുകൂടി ബ്രിട്ടീഷ് അനുഭാവികളാണ് മിതവാദികൾ, ബ്രിട്ടീഷുകാരെ എതിർക്കുന്നവരാണ് ആര്? തീവ്രവാദികൾ എന്ന് വിളിക്കുക. ക്ലിയർ? 1906 ഇവർ രണ്ടുപേരും പ്രസിഡന്റ് സ്ഥാനത്ത് ചൊല്ലി സംഘടന ഉണ്ടാകുമെന്നൊരു കണ്ടീഷൻ വന്നപ്പോഴാണ് ദാദാഭായ് നൗറോജി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുക. അപ്പൊ വീണ്ടും അടുത്ത വർഷം വീണ്ടും അടി ഉണ്ടാവൂലേ? ഉണ്ടാവും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കാം. ഓക്കെ. അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചു വരിക, സിമ്പിൾ ആയിട്ട് പഠിച്ചു പോവുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? ബൈ ബൈ.